നമസ്കാരം. ഒടുവിൽ ഓടി ഓടി രാഹുൽ താൻ തട്ടിയ പന്ത് കൃത്യമായി കോർട്ടിലെത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി വിധി പറയുമ്പോൾ അവിടെ നിയമം രാഷ്ട്രീയ കളികൾക്ക് അതിവിദഗ്ധമായി കൂട്ടിട്ടു എന്ന് വേണം പറയാൻ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണ കേസിന്റെ നാൾവഴികൾ കൃത്യമായി കണക്കുകൂട്ടി നോക്കിയാൽ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നെറികെട്ട ഒരു വേട്ടപ്പട്ടിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നതല്ലായിരുന്നു എല്ലാ പാർട്ടികളുടെയും പ്രാഥമിക ലക്ഷ്യം. അല്ലെങ്കിൽ പെണ്ണിന്റെ മാനത്തിനു നീതി കൊടുക്കാനുള്ള വ്യഗ്രതയായിരുന്നില്ല ഓരോ രാഷ്ട്രീയക്കാരന്റെയും അവരുടെ ആജ്ഞയ്ക്കൊത്തു വേഷം കെട്ടിയാടിയിരുന്ന പോലീസിന്റെയും ഉദ്ദേശമെന്ന് വളരെ കൃത്യമായി മനസ്സിലാകും. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതിൽ വിജയിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു പെണ്ണിനെയും അവളുടെ മാനത്തെയും അവൾ അനുഭവിച്ച വേദനയെയും ഒപ്പം ഒരു പെണ്ണുപിടിയന്റെ തോന്നിവാസത്തെയും എന്ന് വേണം പറയാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അതൊരു പുതിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത രീതിയിൽ നിന്നും അറസ്റ്റ് നടത്താനുള്ള സമയക്രമത്തിലേക്കും പല കാര്യങ്ങളും പൊതുസമൂഹം ചോദ്യം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അറസ്റ്റ് ഏത് സമയത്താണ് നടക്കുക എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾ, അതിന്റെ രാഷ്ട്രീയ പ്രയോജനങ്ങളും ദുരുപയോഗ സാധ്യതകളും ഇപ്പോൾ കൂടുതൽ ശക്തിയായി ഉയർന്നു വരുന്ന സമയമായിരുന്നു എന്ന് വേണം പറയാൻ. ജാമ്യ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഈ കേസ് ഒരു വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നതിലൂടെയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണോ നടന്നിരുന്നതെന്ന് പൊതുസമൂഹം ഇപ്പോൾ തുറന്നടിച്ച് ചോദിക്കാൻ തുടങ്ങിയതിനും കോടതി അവസാനം കുറിച്ചു എന്ന് വേണം പറയാൻ. രാഹുലിനെതിരെ കേസ് എടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് കേസിന്റെ സമയനിർണയം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഒരു യുവ നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം എന്നത് ഭരണകൂടം കണക്കാക്കിയിരുന്നുവെന്ന അഭിപ്രായം നിരീക്ഷകർ ഉയർത്തുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടലോടെ ആ കണക്കുകൂട്ടലുകളിൽ പലതും പൊളിഞ്ഞുപോയി. അധികാരികളുടെ സമീപനം നിയമ സംവിധാനത്തെ മറികടക്കുന്നതാണെന്ന സംശയങ്ങൾക്ക് അന്ത്യം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കേരള ഹൈക്കോടതി തെളിയിച്ചിരിക്കുകയാണ്. ഇനി കേസിന്റെ വഴിയിൽ പോകും. അതിന്റെ പേരിൽ കോൺഗ്രസിനെ വിഴുപ്പ് ചുമക്കേണ്ട കാര്യവും വരുന്നില്ല. അതേസമയം പിണറായി സർക്കാരിന്റെ ശബരിമല കൊള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക കുറ്റത്തിന്റെ മറപറ്റി വെളുപ്പിക്കപ്പെടുകയുമില്ല. ഭരണകൂടം ഒരു കേസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ രംഗം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന വാദവും വീണ്ടും ഉയർന്നു വന്നിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈക്കോടതിയുടെ നിലപാട് ഈ വിവാദത്തിനൊരു പുതിയ ദിശയാണ് നൽകിയിരിക്കുന്നത്. കോടതി ചൂണ്ടിക്കാണിച്ച നിയമാടിസ്ഥാനങ്ങളും കേസ് രജിസ്റ്റർ ചെയ്ത രീതി സംബന്ധിച്ച കണ്ടെത്തലുകളും പൊതുജനത്തിന് ഏറെ ശ്രദ്ധേയമായി. പൊതുവെ രൂപപ്പെട്ടിരിക്കുന്ന അഭിപ്രായം കൂടുതൽ വാദഗതികൾ കോടതിക്ക് കേൾക്കേണ്ടതുണ്ട് എന്നും പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമെന്ന രീതിയിൽ ചില താക്കോൽ പഴുതുകൾ രാഹുലിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ്. എന്നാൽ ഒരൊറ്റ കേസിൽ രാഹുലിന് ജാമ്യം കിട്ടിയെങ്കിലും രണ്ടാമത്തെ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പോലീസ് ശക്തമാക്കിയിരുന്നു. എന്നാൽ അതിലും തിടുക്കപ്പെട്ട് രാഹുൽ ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിച്ചതോടെ രാഹുലിനെ കയ്യാമം വെച്ച് ജനസമക്ഷം നിർത്താനുള്ള പോലീസിന്റെ അവസരം വീണ്ടും നിഷേധിക്കപ്പെടും. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളൊക്കെ തകർന്നു തരിപ്പണമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ കാര്യത്തിലോ സാധാരണ പൗരന്റെ കാര്യത്തിലോ ആയാലും നിയമം ഒരേ തുല്യതയിൽ പ്രവർത്തിക്കണമെന്ന ആശയം ഇതിലൂടെ വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. കോൺഗ്രസിന്റെ നിലപാട് രാഷ്ട്രീയമായി കൂടുതൽ പ്രാധാന്യം ഇനി നേടും. രാഹുലിന്റെ തെറ്റുകളുടെ വിഴുപ്പ് രാഹുലിനെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അത്തരത്തിൽ രാഹുലിന് കിട്ടിയ മുൻകൂർ ജാമ്യം കോൺഗ്രസിന്റെ വാദങ്ങൾക്കൊരു ശക്തി നൽകുന്ന സാഹചര്യം കൂടിയാണ് ഇത് എന്ന് പറയാം. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ തീരുമാനം രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രതിഫലനം സൃഷ്ടിക്കുമെന്ന് വ്യക്തമാണ്. കേസ് ദുരുപയോഗപ്പെട്ടുവെന്ന പൊതുധാരണ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കോൺഗ്രസ് പെണ്ണുപിടിയന്മാർക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന ചർച്ചകൾ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിലും തിരഞ്ഞെടുപ്പിൽ ഇതൊരു രാഷ്ട്രീയ ചലനത്തിന് വഴി തുറക്കും. ഇതൊക്കെ രാഷ്ട്രീയ ഗോതയിലെ വിഷയങ്ങൾ മാത്രമാണ്. ഇതുകൊണ്ടൊന്നും രാഹുൽ തെറ്റുകാരനല്ലാതെ ആവുന്നില്ല, വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. ഇനി രാഹുലിന് രൂപക്കൂടുകൾ പണിയപ്പെടുകയുമില്ല. രാഹുൽ ചെയ്ത തെറ്റിന് മാപ്പുമില്ല. പക്ഷേ നിയമവും തെളിവുകളുമാണ് അതിന് ശക്തമായ അടിത്തറ രൂപപ്പെടുത്തേണ്ടത്. രാഹുൽ കോടതിയുടെ വിചാരണ കൂട്ടിൽ ചോദ്യം ചെയ്യപ്പെടട്ടെ. സമൂഹ മധ്യത്തിലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുന്നിൽ ഇനി അത് വേണ്ട.